ആലുവയിൽ വാക്കുതർക്കത്തിനിടെ വയോധികനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. ആലുവ പറവൂർ കവലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ഏഴിക്കര സ്വദേശി ശ്രീകുമാറാണ് വയോധികനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ആലുവ പറവൂർ കവലയിൽ തലശ്ശേരി കിച്ചൺ ഹോട്ടലിന് സമീപത്ത് വെച്ചാണ് വയോധികനെ കുത്തിക്കൊലപ്പെടുത്തിയത്. 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന വയോധികനെ ഏഴിക്കര സ്വദേശി ശ്രീകുമാറാണ് കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ വഴക്കിനെ തുടർന്ന് ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നപ്പോഴുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കത്രിക കൊണ്ട് വയോധികനെ കുത്തുകയായിരുന്നു ശ്രീകുമാർ. പോയിട്ടുണ്ട് റോഡ് ക്ലോസ് ആക്കത്തെ. അപ്പോൾ ഉണ്ണി കുറച്ച് മലയാളത്തെ സംസാരിച്ചതിന് ഉണ്ണി പറഞ്ഞ എൻ്റെ തേരി പറഞ്ഞു. ഉണ്ണി അവിടുത്തെ പോയിട്ട് ഉണ്ണി പറഞ്ഞ ആർക്കാണ് ഈ തേരി പറഞ്ഞത്. അപ്പോൾ ഉണ്ണി ഓടെ രണ്ടുപേര് ഇതായി ഫിക്സായി. പറഞ്ഞ് ഞാൻ ഒരുമിച്ചിനെ പോയി പറഞ്ഞ് അവിടെ തെരുവൊന്നും ആക്കല്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല. അവിടെ നമ്മളെ കറയുണ്ട് 24 hours. ഇനി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന വേറെ സ്ഥലത്ത് പ്രശ്നമാക്കി നമ്മളെ കസ്റ്റമർ വരും, പിന്നെ പ്രശ്നം ഉണ്ടാക്കും, നമ്മളെ പറയാം. അപ്പോൾ ഉണ്ണി ഫുൾ രണ്ടുപേര് ഇതുണ്ടായി, അടിയുണ്ടായി. അപ്പോൾ ഒരു പോക്കറ്റിലെ ചെറിയ കത്തിരി അങ്ങനത്തെ ഉണ്ടായി ഉണ്ണി ഫുൾ കുത്തിയതിൻ്റെ. അപ്പോൾ വേറെ കസ്റ്റമർ വന്നു, തിരിച്ച് അവിടെ വന്നു. അവിടെ കസ്റ്റമർ ഉണ്ടായി. പിന്നെ രണ്ടുപേര് കസ്റ്റമർ അവിടെ ചായ കുടിക്കാൻ വന്നു. ഉണ്ണി അവിടെ കണ്ട് ഉണ്ണി പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി 2 കസ്റ്റമർ നോക്കാതെ ഉണ്ണി അവിടുത്തെ പോലീസിലെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് വന്ന സമയത്ത് തന്നെ പോകാൻ മതി. അല്ല, മരിച്ചില്ല. അവിടെ ഉണ്ണി നന്നാരെ വന്നത് അവിടെ വന്നിട്ട് ഈ സമയത്ത് മരിച്ചില്ല. അപ്പോൾ ഉണ്ണി കോളാക്കി പോലീസിനെ. പോലീസ് ഈ സമയത്ത് വന്നില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ആംബുലൻസിനെ വന്നത്, ആംബുലൻസ് കൊണ്ടുപോയതിന്. പ്രതിയെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവര് ഒന്നിച്ച് നടക്കുന്നതാണ്. ഇന്നലെ മദ്യപിച്ച് എന്തോ തർക്കം ഇവരുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിണങ്ങി തമ്മിൽ അടികൂടി കൂടിയിൽ പ്രതിയുടെ കയ്യിലിരുന്ന ഒരു കത്രി പോലെയുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണമാണെന്നാണ് പറയുന്നത്. കണ്ടിരുന്ന സാക്ഷി പറയുന്നത്. അത് വെച്ച് നെഞ്ച് ഭാഗത്തോട്ട് കുത്തിയിട്ടുണ്ട്. കുത്തിയതിന് ശേഷം അയാളെ കുറച്ച് നടന്ന് അങ്ങോട്ട് മാറിയതിന് ശേഷം അവിടെ വീഴുകയാണ് ചെയ്തത്. പിന്നെ ഇത് കണ്ടിരുന്ന ആൾക്കാർ അപ്പോൾ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അത് പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വരുന്ന സമയത്ത് ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാർ തടഞ്ഞു നിർത്തി. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്കും ചെറിയ പരിക്കുണ്ട്, ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ട് ബാക്കിയുള്ള നടപടിയിലേക്ക് തുടരുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ മൊഴി എടുത്തിട്ട് FIR എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, റീ ഓപ്പണിംഗ് ഷോർട്ട്ലി. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.